ഞാനിപ്പോൾ നിൽക്കുന്നത് കിട്ടിലൊരു സ്പോട്ട് നിൽക്കുക. ഈ സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ ചാലേക്കര നേരെ അച്ചൻകോല് പോകുന്ന വഴിയുണ്ട് കേട്ടോ. അധികം ആൾക്കാരൊന്നും പോകാത്തൊരു വഴി കണ്ടോ. കിട്ടിലൊരു സ്ഥലം, നല്ല വൈബാണ്. എന്നുവെച്ചാൽ അനാവശ്യമായിട്ടുള്ളൊരു ബഹളമോ ഒന്നുമില്ല. കാരണം ഇതൊക്കെ കണ്ട് ഓഫ് റോഡാണ് കേട്ടോ. നമുക്ക് ഈ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പറ്റിയ റോഡാണ് ഇത്. നമ്മൾ ഈ വന്ന വഴിയെല്ലാം അങ്ങനെ കേട്ടോ. ഇത് വനമായതുകൊണ്ട് തന്നെ പിന്നെ അധികം മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടോ മേലോട്ടൊക്കെ വഴിയുണ്ട്. അത് എവിടെ പോകുന്ന അറിയില്ല, പക്ഷേ നല്ല ഓഫ് റോഡാണ് കേട്ടോ. ഇപ്പം മിക്കവരും പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കറവൂര്, അലിമുക്ക് കറവൂര് വഴിയാണ് അച്ചൻകോല് പോകുന്നത്. പിന്നെ കോന്നി കല്ലേല് വഴി അച്ചൻകോല് വന്നിട്ടുണ്ട്. പക്ഷേ ഈ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അലിമുക്ക് കറവൂര് കഴിഞ്ഞിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെയാണ് ഈ റോഡ് ചെന്ന് കയറുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ ഈ യാത്രയിൽ, എൻ്റെ കൂടെ ചിറിമല വന്നവനുമുണ്ട്, വിഷ്ണു എന്ന പേര്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ അച്ചൻകോലോട്ട് പോകുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആനയെ പിടിച്ച് നമ്മൾ രണ്ടുപേരും പിടിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവനോട് കൂട്ടിയത്. ഈ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 12:53 1 മണിയാവാറായി. അപ്പോൾ ഈ സമയത്ത് കുഴപ്പമില്ല, നട്ടുച്ചയായതുകൊണ്ട്. നിങ്ങൾ രാവിലെ ഉൾഭാഗങ്ങളൊന്നും ഈ വഴി വരരുത്, അതുപോലെ ഒരു സന്ധ്യ സമയത്ത് ഈ വഴി വരരുത്. ഈ വഴിയല്ല, ഏതൊരു വനമായാലും വനത്തിൽ കൂടെ ആ സമയത്തൊന്നും പൊയ്ക്കൂടാ. ആ സമയത്തൊന്നും ആനയൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഈ കാണുന്ന ജംഗ്ഷനിലാണ് നമ്മൾ ചാലേക്കര വഴി അച്ചൻകോലോട്ട് വന്ന് എത്തുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മുടെ അലിമുക്ക് കറവൂര് വഴി പോകുന്ന റോഡാട്ടോ ഈ കാണുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് അച്ചൻകോലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു കിടിലൻ സ്പോട്ടാണ്. 2 പാലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, നല്ല വെള്ളം, നല്ല തണുപ്പ്. ഇതിരാശ്വാസം. ഇപ്പോൾ നിങ്ങൾ ഈ അച്ചൻകോലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ ഇറങ്ങണം കേട്ടോ. കാരണം വെച്ചാൽ നല്ല ശുദ്ധമായ വെള്ളം. ഇത് വനത്തിൽ പോലും പറയുന്നതാ. കാരണം ഇതുപോലെ പ്ലാസ്റ്റിക് കുപ്പിയൊന്നും ഇവിടെ ഇടരുത് കേട്ടോ. കാരണം വനത്തിൽ നമ്മൾ മൃഗങ്ങൾ ഒരിക്കലും പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി കടന്ന് മേടിച്ചിട്ടൊന്നും ഇവിടെ നിന്ന് കുടിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ ആ കുപ്പി നമ്മൾ തിരിച്ചു കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ കിടിലൊരു സ്പോട്ടിലാണ് ഇരിക്കുന്നത്. നമ്മളൊന്ന് പയ്യന്മാരെ കുളിക്കുന്നുണ്ട്. നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇനി നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. മുള്ളുമല വാട്ടർഫാൾസ് ഉണ്ട്, ചെമ്മനേരി വാട്ടർഫാൾസ് ഉണ്ട്, അതുപോലെ മുള്ളുമല വ്യൂ പോയിന്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. കണ്ട് നമുക്ക് അച്ചൻകോലോട്ട് പോവാം. കാണുന്ന ക്ഷേത്രമല്ലേ, ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിലൂടെയാണ് നമുക്ക് മുള്ളുമല വാട്ടർഫാൾസിലോട്ട് പോകാനുള്ളത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഇരുമ്പും പാലമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ കാട്ടാനയുള്ള പ്രദേശമാണ്. അപ്പോൾ നിങ്ങളിവിടെ നിൽക്കുന്നത് അത്രയ്ക്ക് സേഫ് അല്ല. എടുക്കുക, ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുക, മുള്ളുമല വാട്ടർഫാൾസിൽ പോവുക. ഒരു ചെറിയൊരു പണ്ടത്തെ ഒരു പൈപ്പാട്ടോ നമ്മൾ വെള്ളമൊക്കെ എടുക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരും. പിന്നെ ആന ഇറങ്ങുന്ന മുന്നറിയിപ്പ്, ആനയുടെ മുന്നറിയിപ്പ് നൽകുന്നൊരു ബോർഡൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നിരവധി ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ബോർഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. മുന്നറിയിപ്പ്, കാട്ടാനകളുടെ സാന്നിധ്യമുള്ള പ്രദേശം, അങ്ങനെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ മുള്ളുമല ഹിൽസിന് തൊട്ടപ്പുറത്താണ് മുള്ളുമല വാട്ടർഫാൾസാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ പോകാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഇരുമ്പും പാലമുണ്ട്. പഴയ ഒരു ഇരുമ്പും പാലമാണ്, പൊളിഞ്ഞൊക്കെ ഇരിക്കുക. അപ്പോൾ നമ്മളത് കണ്ടിട്ട് നമുക്ക് മുള്ളുമല വാട്ടർഫാൾസിലോട്ട് പോകാം. അച്ചൻകോലോട്ട് പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണാനുണ്ടല്ലേ. പാലം പൊളിഞ്ഞ പാലം കേട്ടോ. കണ്ടോ, അവിടെയൊക്കെ താന്നു പോയി. അപ്പം അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും കൊള്ളാം, പഴയ ഒരു ഇരുമ്പ് പാലമാണ്. പണ്ടൊക്കെ ഈ വഴി കൂടെ വഴിയുണ്ടാകുന്ന തോന്നുന്നു. ഇപ്പം അങ്ങനൊന്നും ഇല്ല കേട്ടോ. പാലമൊക്കെ പൊളിഞ്ഞു പോയി. ആ കാണുന്നതാണ് മുള്ളുമല വാട്ടർഫാൾസ്. ഈ കാണുന്നതാണ് മുള്ളുമല വാട്ടർഫാൾസ്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള വാട്ടർഫാൾസ് ആണ്. പക്ഷെ വലിയ ഹൈറ്റിൽ നിന്നുള്ള വാട്ടർഫാൾസ് അല്ല. പിന്നെ നിങ്ങൾ കുളിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, കുളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നീന്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ നീന്താനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ ആഴമുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ആഴമൊക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇവിടെയൊക്കെ ചാടാൻ. കാരണം നമുക്ക് വലിയ പരിചയമില്ലാത്ത സ്ഥലമല്ലയോ. അപ്പോൾ
ഇവിടെ ചെറിയ കുഴികളോ ഒക്കെ കാണും ഈ കാണുന്നത്. അങ്ങനെ മുള്ളുമല വാട്ടർഫാൾസ് നമ്മൾ നേരെ ഇനി അടുത്ത കാഴ്ചയിലോട്ട് പോവുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ എൻ്റെ ഒരു മൈക്ക് വെള്ളത്തിൽ പോയി, ജസ്റ്റ് ഒന്ന് കുനിഞ്ഞേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇവിടെ ഇരുന്ന മൈക്ക് ഇത് രണ്ടാമത്തെ മൈക്കാട്ടോ. ആദ്യത്തെ മൈക്ക് വെള്ളത്തിൽ പോയി. അത് പിന്നെ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഇനി നേരെ വെള്ളമൊക്കെ കുറച്ച് മാറ്റി എൻ്റെ ശരിയാവുമോ അല്ലയോ. ഈ കാണുന്ന സ്ഥലമാണ് മുള്ളുമല വ്യൂ പോയിന്റ്. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞുകൊണ്ട് എന്താ പറയുക, കാണാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നട്ടുച്ചയായി, ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. കാണാനൊക്കെ ഇടലുമായിട്ടൊരു സ്ഥലം. നമുക്കിനി ചെമ്പനേരി വാട്ടർഫാൾസിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഈ വരുന്നെങ്കിലേ ഇവിടെ ഒരു പള്ളിയുടെ ആർച്ചുണ്ട്, ഇവിടെ പള്ളിയും കാണാം. നമുക്ക് നേരെ ചെമ്പനേരി വാട്ടർഫാൾസിലോട്ട് പോവാം. പോകുന്ന വഴിയാട്ടോ, ചെറിയൊരു വഴിയാട്ടോ, അപ്പോൾ ഇടവഴി കൂടി നമ്മൾ നേരെ വാട്ടർഫാൾസിലോട്ട് പോവാണ്. ഈ സൈഡൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ വഴി പലവട്ടവും പോയിട്ടുണ്ട്, അച്ചൻകോല് പോയിട്ടുണ്ട്. പക്ഷേ ചെമ്പനേരി വാട്ടർഫാൾസ് ഒന്നും ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഇങ്ങോട്ടൊന്നും. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഇതാണ് കേട്ടോ വഴി, ചെറിയൊരു വഴിയാണ്. ആ കാണുന്നതാണ് ചെമ്പനേരി വാട്ടർഫാൾസ്. നമുക്ക് ഇനി അടുത്തോട്ട് പോട്ടുക. അപ്പോൾ ഇറങ്ങുന്ന വഴി മാത്രം ഇച്ചിരി മോശമാണ്. ഈ പാറയൊക്കെ നല്ല തെറ്റി കിടക്കുക. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഇങ്ങോട്ടൊക്കെ കയറി വരാൻ. നിങ്ങൾ അച്ചൻകോല് പോവുകയാണെങ്കിൽ നിങ്ങൾ ചെമ്പനരുവി വാട്ടർഫാൾസ് കയറാതെ പോകരുത്. ഒരു കിടിലം വാട്ടർഫാൾസ് ആണ്, സത്യം പറയാനുള്ള. ഞാൻ ഇത്രയും വലുതാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല. നമ്മുടെ കുറ്റാലം പാലരുവി അതേപോലെ അറിയപ്പെടേണ്ട ഒരു വാട്ടർഫാൾസ് ആണ്. നമ്മൾ നിൽക്കുന്നത് അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്.